ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടൊരു ടോട്ട് ബാഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 17 ഇഞ്ച് വീതിയും 19.5 ഇഞ്ച് ലെങ്ത്തും വരുന്ന 2 പീസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ടെടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 3 സൈഡും ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് കൈക്ക് വേണ്ടിയിട്ടുള്ള 2 പീസസ് എടുത്തിട്ടുണ്ട്. 21 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തും വരുന്ന 2 പീസസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡും ഒന്ന് മടക്കി ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ആ 2 വള്ളിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 സൈഡും ഇതേപോലെ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു പിക്ചർ ട്രേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. A4ലാണ് വരച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ബാഗിലോട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പിക്കൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റിംഗ് ഒന്നും ഞാൻ ഇതിൽ വിശദമായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. അതാ ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെത്രയാണ് നമ്മുടെ ടോട്ട് ബാഗ് വരുന്നത്. ഈ ടോട്ട് ബാഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.